ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു കോളാണ് കേട്ടോ. നമുക്ക് നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഞാൻ വാണിയംകുളം പോകാൻ നിൽക്കുകയാണ്. ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കൂടെ മിന്നൂസ് നീച്ചു. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി പല്ല് തേക്കുകയാണ്. സാനു എണീറ്റിട്ടില്ല കേട്ടോ. മിക്കവാറും ഇപ്പം തന്നെ എണീറ്റ് വരുവേ. അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ പോയപ്പോൾ ചേനത്തണ്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേനത്തണ്ടും മുതിരയും പാടെ ഉപ്പേരി വയ്ക്കാനാണേ. ബെസ്റ്റ് കോമ്പിനേഷനാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ വെച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിന്നൂസിനെ ഒരു ക്ലിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ എടുത്താന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റടിച്ച് വാരി. കുറച്ച് മുറ്റമുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഏകദേശം കുറച്ച് മുറ്റമുണ്ട്. അപ്പോൾ അടിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തി ഇങ്ങനെ കാണാൻ നല്ല വൃത്തിയിൽ കിടക്കുമ്പോൾ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ മുറ്റടിച്ച് വാരി സാധനം എൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുറ്റടിച്ച് വാരി. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കിച്ചണിൽ. അപ്പോൾ ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. മഴ ഉണ്ടെങ്കിൽ മുറ്റടിക്കാനേ ഇഷ്ടമല്ല കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാവുമല്ലോ. പിന്നെ അച്ഛൻ കുറച്ച് കുരുമുളകൊക്കെ നട്ടത് മുളച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചായി കേട്ടോ അതിങ്ങനെ ഇരിക്കണു. അപ്പോൾ അത് നന്നായി മുളച്ചിട്ടുണ്ട്. 2 റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടിച്ചു വാരിയിട്ടായിരുന്നു. ഉള്ളൊക്കെ അടിച്ചു വാരിയിട്ടായിരുന്നു. അപ്പോൾ തുടയ്ക്കാൻ വെള്ളമൊക്കെ എടുത്തിട്ട് തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ക്ലീനായി. അപ്പോഴേക്ക് ഇതിൻ്റെ ഇടയിൽ മിന്നൂസ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആൾ ഒറ്റയ്ക്ക് കുളിച്ചോളും. വൈകുന്നേരം ഞാനാണ് കുളിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവൾക്ക് പൊട്ടറ്റോ ഫ്രൈ വേണം പറഞ്ഞപ്പോൾ 2 പൊട്ടറ്റോ എടുത്തിട്ട് നേരാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കറികളൊന്നും വേണ്ട കേട്ടോ. ഇവർക്ക് പൊട്ടറ്റോ ഫ്രൈ, വെണ്ടയ്ക്ക ഫ്രൈ അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറും പൊട്ടറ്റോ ഫ്രൈ ആണെന്ന് ലഞ്ചിനാക്കണതേ. അപ്പോൾ സാധനം അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ ചോറ് തന്നെയാണ്. അപ്പോൾ ഞാൻ റൗണ്ടിൽ മുറിക്കാമെന്ന് വിചാരിച്ചു. റൗണ്ടിൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആൾ റൗണ്ടിൽ വേണ്ട നീളത്തിൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കണത് കേട്ടോ. അപ്പോൾ ഓരോ സമയത്തും ഓരോ തരത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ടിൽ മുറിച്ചത് നീളത്തിൽ അങ്ങനെ മുറിച്ചിടുകയാണ്. അപ്പോൾ ഇത് സാനുവിനും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇഷ്ടാവില്ലേ പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ സാനു ഇങ്ങനെ വാരി എടുക്കട്ടെ, വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കണമെന്നില്ല ആൾ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ പണികളൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ അരിഞ്ഞിട്ട് ഇത് വേഗം ഫ്രൈ ചെയ്തിട്ട് ആൾ കുളിച്ച് വരുമ്പോഴേക്കും ചോറ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി റൈസൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കാലത്ത് കഴിക്കാൻ അത് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിതിങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ കട്ടിംഗ് ബോർഡൊന്നും എടുക്കാതെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടേ നുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആൾക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് ചിക്കൻ മസാല ഇട്ടു കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കൻ കറിയിലൊന്നും എരിവ് കൂടുതലായാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇതിലൊക്കെ എരിവ് കൂടുതലായാൽ കഴിക്കത്തേ ഇല്ല കേട്ടോ. വെറുതെ ഉണ്ടാക്കാന്നല്ലാതെ കഴിക്കില്ല. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം രാവിലെ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് എക്സാമാണേ. 2 എക്സാം ഉണ്ട്. ഇവർക്ക് CBSE ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എക്സാമാണ് കേട്ടോ, ഓണത്തിൻ്റെ മുന്നേ. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഒക്കെ ഇട്ടു, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. നമുക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ അത്ര സൗണ്ട് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. എത്ര ലൗഡായി പറഞ്ഞാലും അത് പതുക്കെ പോവുകയാണേ. അപ്പോൾ പൊട്ടറ്റോ ഇട്ടു. എന്നിട്ട് ഒന്ന് ചൂടായിട്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ മസാല അതിൽ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവർക്ക് സ്നാക്സും വെള്ള
വെള്ളമൊക്കെ ആക്കി. പിന്നെ 2 പേർക്കും കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇളക്കണുണ്ടായിരുന്നു കേട്ടോ. നന്നായി ഫ്രൈ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ലെവലിലായാൽ തന്നെ അങ്ങനെ മതി. അപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഇറക്കി. ഞാൻ ആ ചട്ടിയിൽ തന്നെ ഒന്ന് ചോറ് ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ലഞ്ച് ബോക്സിലാക്കുകയാണ് ചെയ്തത്. പിന്നെ പൊട്ടാറ്റോ ആക്കി. ഇതാണ് ലഞ്ച്. പിന്നെ ദേ ഉപ്പേരി വറുത്തിടാനായി ചട്ടി അടുപ്പത്ത് വെച്ച്. ആ ചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ടേ. എൻ്റെ ഒരുവിധം കടുകൊക്കെ പൊട്ടി പുറത്ത് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കൽ ഒരുവിധം കുറവാണ് കേട്ടോ. കറി വയ്ക്കാനും ഉപ്പേരിക്കും വേണ്ടി വാങ്ങിക്കൽ കുറവാണ്. ഇവിടെ അച്ഛൻ പാടത്ത് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുവിധം പച്ചക്കറിയൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. വെണ്ടക്കായ, വഴുതനങ്ങ അതൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡെയിലി അതൊക്കെ തന്നെയാണ് മാറി 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 വെച്ച് പോകണത്. ഇനി എന്താ ഉള്ളി ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് പൊട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പൊട്ടിക്കാൻ കൊണ്ട് മടിക്ക് പിന്നെ അതൊന്നും ഇട്ടില്ല. അപ്പോൾ ഇത് നന്നായി മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അങ്ങനെ പച്ചമുളക് വേവിച്ച മുതിരയും ചേനത്തണ്ടും വേവിച്ചതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പച്ചമുളകൊന്നും ഇട്ടില്ല. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി വേവിച്ച് കുക്കറിൽ വേവിക്കുക ചെയ്തേ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി. ചേനത്തണ്ട് കുറച്ചധികം വെന്ത് പോയി കേട്ടോ. അപ്പോൾ അതിൽ മുതിര മാത്രമേ എടുത്തങ്ങോട്ട് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിങ്ങനെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വേഗം ഏട്ടൻ്റെ ലഞ്ചും കൂടി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ഏകദേശം എല്ലാം ഒരുങ്ങിയിട്ടോ. അപ്പോൾ ലഞ്ചും പിന്നെ വെള്ളം കൊണ്ടുപോയി ഏട്ടൻ. അപ്പോൾ ഞാൻ ലഞ്ച് നിറച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. സ്പെഷ്യലായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. അത് തന്നെ ഉള്ളൂ. ഉപ്പേരിയും കറി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ അവിടുന്ന് കറികൾ എടുക്കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറി തന്നെ കൊണ്ടുവരുള്ളൂ. കറി കുമ്പളങ്ങ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പേരിയാക്കി. ഉപ്പേരിയിൽ ഞാൻ ഏട്ടനെ ആക്കണ ഉപ്പേരിയിൽ ഞാൻ തേങ്ങയൊന്നും ഇട്ടില്ല. കാരണം അതങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ ബസ് കാത്തിട്ട് നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വാണിയംകുളം പോകാമെന്ന് വിചാരിച്ചു ബസ് കാത്ത് നിൽക്കുക. ആകെ ഇവിടുന്ന് ഒരു ബസ്സേ ഉള്ളൂ കേട്ടോ. അത് രാവിലെ 2 ടൈമായിട്ടത് വരും. ഒറ്റപ്പാലത്തേക്കാണ് നേരെ. അപ്പോൾ ഞാൻ വാണിയംകുളം ഇറങ്ങി അങ്ങനെ ബാങ്കിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. പിന്നെ ഞാൻ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തിട്ട് നേരെ ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടോ. കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ പോയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ വാണിയംകുളം ടൗണേ. അപ്പോൾ 11:30 ആയപ്പോൾ ബസ് വന്നു കേട്ടോ. പിന്നെ അതാണ് വാണിയംകുളം ചന്ത. ഇന്ന് ബുധനാഴ്ച തന്നെ ഇവിടെ ഒരുവിധം തിരക്കുണ്ട് കേട്ടോ. വ്യാഴാഴ്ചയാണല്ലോ ചന്ത. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സാധനം നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടത് എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾ. ഇവളെ കാണാതെ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഭയങ്കര റിസ്ക് കേട്ടോ. അപ്പോൾ ഞാൻ TV ഒക്കെ വെച്ച് ഒരു ചോക്ലേറ്റൊക്കെ കയ്യിൽ കൊടുത്ത് അങ്ങനെ കാണാതെ വേഗം പോവുകയാണ് ചെയ്തത്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവിടെ. ആൾക്ക് 2.5 വയസ്സായിട്ടുള്ളൂ. പിന്നെ ഞാൻ അവളെ തന്നെ ഉറക്കിയിട്ടോ. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഇരുന്ന് അടയ്ക്കൊക്കെ നേരാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അടയ്ക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ മൂത്തേട്ടൻ്റെ വൈഫാണ് വന്നപ്പോൾ ഞങ്ങളിത് വെറുതെ ഒരു ക്ലിപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചോളകം ആൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ചോളകം വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ചോളകം ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് മാത്രമല്ല ചോളകം എനിക്കും ചെറിയ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോളകം വേവിക്കാൻ ഒക്കെ പൊളിക്കുകയാണ്. ഇത് പൊളിക്കൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ പൊളിച്ച് കുക്കർ എടുത്തിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വേറെ ഒന്നും ഉണ്ടാക്കിയാലൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ശർക്കര ഇഷ്ടമല്ല ആൾക്ക്. പിന്നെ ഉള്ളി അങ്ങനെ ഐറ്റംസ് ഇട്ട് ഉണ്ടാക്കണ കുറച്ച് എരിവുള്ള ടൈപ്പ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ
ഞാനധികം ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ചോളകം കഴിക്കുകയാണേ. ഇപ്പോൾ സമയം 3:30 ആവാറായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ ചായയും ചോളകം ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ ഇരുന്നിങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ആളിതാ ചേച്ചീനെ കാത്തിട്ടിങ്ങനെ മുറ്റത്തേ നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഏട്ടൻ്റെ വൈഫും പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യുക കുട്ടികളിനെ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ജീപ്പ് വന്നപ്പോൾ പോയി. ഇതാ ഇവിടുന്ന് ഇങ്ങനെ വെള്ളച്ചാടുക ഗൈസ്, മഴ പെയ്താൽ. അതാ ജീപ്പ് അവരിങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണേ. ജീപ്പിലിരുന്നിട്ടും ഫുള്ള് വർത്താനം പറയലാണ്. എത്തിയിട്ട് പറഞ്ഞിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇതാ ഇറങ്ങി. ഇന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ആൾ വന്നിരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ ഏട്ടൻ വന്നു കേട്ടോ. വൈകുന്നേരം കുറച്ച് നേരം റെസ്റ്റ് ടൈം ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ വരാറുണ്ട്. റെസ്റ്റുള്ള ടൈമിൽ ഇങ്ങനെ വരാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാത്രിയാവും വരാൻ. അങ്ങനെ ചായ വെച്ചു. പിന്നെ ബേക്കറി കൊടുന്നിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ചു. ആ സാധനം എന്തൊക്കെയോ മടിയിലിരുത്തി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഏട്ടൻ വന്നാൽ പിന്നെ എന്നെ വേണ്ടേ, ഏട്ടൻ്റെ കൂടെ നിന്നോളും. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ മിന്നൂസ് എന്തൊക്കെയോ പരാതികൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സ്കൂളത്തേനോ എന്തോ അങ്ങനെ നിന്ന് പറയുന്നുണ്ട്. എക്സാമിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടൻ പോയി കേട്ടോ. അപ്പോൾ രണ്ടാളും അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട് ടാറ്റയൊക്കെ കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇന്ന് കൊച്ചു വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്